ബഹുമാനപ്പെട്ട ശാന്തകുമാരി ടീച്ചർ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, രക്ഷകർത്താക്കളെ, ഈ സ്ഥാപനത്തിലെ അധ്യാപകരെ, ഞാൻ ഈ സ്റ്റാൻഡിന് പിന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ പൊക്കക്കുറവിനെ കുറിച്ച് ബോധവാനാകേണ്ടത്. അതുകൊണ്ടാണ് മൈക്ക് മുന്നിലേക്ക് വെച്ചത്. ഞങ്ങളുടെ ചിരിയരങ്ങിൻ്റെ അവസാന ഭാഗം മൂകാഭിനയം ഇനിയും നടക്കാനിരിക്കുകയാണ്. ഞങ്ങളൊക്കെ വാക്കുകൾ കൊണ്ട് ചിരിപ്പിച്ചതിനേക്കാൾ കൂടുതൽ അഭിനയം കൊണ്ട് ചിരിപ്പിക്കാൻ കഴിയുള്ള സർഗധനരായ 2 ചെറുപ്പക്കാരുടെ കലാപ്രകടനങ്ങൾ ബാക്കി നിൽക്കുന്ന ഈ അവസരത്തിൽ ഒരു ആശംസാ പ്രസംഗത്തിൻ്റെ പേരിൽ നിങ്ങളോട് ദീർഘമായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഞാൻ ആദ്യം തന്നെ സംസാരിച്ച് കഴിഞ്ഞ ഒരാളാണ്. എങ്കിലും ഈ ചടങ്ങിൻ്റെ ഔപചാരികതയുടെ ഭാഗമായിട്ട് മാത്രം 1-2 കൊച്ചു കാര്യങ്ങൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ട്യൂട്ടോറിയൽ കോളേജിലും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ഭാഗ്യവാനോ നിർഭാഗ്യവാനോ. അതിന് കാരണം ഞാൻ ഈ പഠിത്തം പൂർത്തിയാവണം തന്നെ ജോലി കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഈ ട്യൂട്ടോറിയൽ കോളേജ് പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാതെ പോയത്. എങ്കിലും എനിക്കിന്നതിൽ നിരാശയുണ്ട്. കാരണം ഞാൻ 22 വർഷം വിദ്യാഭ്യാസം ചെയ്ത ആളാണ്. 2 പോസ്റ്റ് ഗ്രാജുവേഷനും നിയമബിരുദത്തിനടക്കം മൊത്തം ജീവിതത്തിൽ 22 വർഷം കോളേജ് വിദ്യാഭ്യാസം നടത്തിയ ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹം അധ്യാപകനാകാനുള്ളതായിരുന്നു. കാരണം പാരമ്പര്യമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ആകേണ്ട ഒരാളാണ്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ 4 സഹോദരിമാർ, അവരുടെ മക്കൾ, അങ്ങനെ 10ഓളം പേര് എൻ്റെ കുടുംബത്തിൽ അധ്യാപകരുണ്ട്. പക്ഷേ ഞാൻ അന്നൊരിക്കൽ പറഞ്ഞു, ഞാൻ അധ്യാപകനാകാൻ ശ്രമിക്കാതിരുന്നത് കുട്ടികളുടെ ഇരട്ടപ്പേരിടുന്നുള്ള ഭയമുണ്ടായിരുന്നു. കാരണം ഞാൻ പഠിച്ചിരുന്ന കാലത്തൊക്കെ തന്നെ അധ്യാപകർ അവരുടെ ശാരീരിക പ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ഇരട്ടപ്പേരിട്ട് പഠിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അബോധ മനസ്സിൽ ഭയമായിരുന്നു. ഞാൻ അധ്യാപകനായാൽ കുട്ടികൾ എനിക്ക് എന്തെങ്കിലും ഭംഗിയുള്ള ഇരട്ടപ്പേരിടും, അത് ഉറപ്പായി പോകും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അധ്യാപകനാകാതിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ രക്തത്തിലൊക്കെ അധ്യാപനത്തിൻ്റെതായിട്ടുള്ള അംശങ്ങളുണ്ട്. അതുകൊണ്ട് പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ഗ്രാജുവേഷന് കോച്ച് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ളൊരു അംബീഷൻ എനിക്ക് വളരെ കാലമായിട്ടുണ്ട്. പ്രത്യേകിച്ച് രവി സാറിനെ പോലെ ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള മഹൽ സ്ഥാപനങ്ങൾ പടുത്തുയർത്തി കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്കത് വളരെ പ്രോത്സാഹജനകമായിട്ട് തോന്നുകയാണ്. അപ്പോൾ അത് എന്തെങ്കിലും ഒരിക്കൽ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്ക്. ശാന്തകുമാരി ടീച്ചറുടെ കോളേജിൽ ഞങ്ങൾ പോയിട്ട് ചിരിയരങ്ങൊക്കെ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ കുട്ടികൾ ഞങ്ങളെയൊക്കെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുള്ളതാണ്. ടീച്ചർ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുകയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ബസ് സർവീസോ ഇലക്ട്രിസിറ്റിയോ ഒന്നും കടന്നിരുന്നിട്ടില്ലാത്ത ഒരു തനിനാടൻ കുഗ്രാമത്തിലെ ഓലമേഞ്ഞ ഒരു പള്ളിക്കൂടത്തിൽ ഒഴിഞ്ഞ ബെഞ്ചിലിരുന്ന് പഠിച്ച ഒരാളാണ്. ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഒന്നും എനിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ തിരുമല ഒരു സ്കൂളിൻ്റെ രക്ഷകർത്തൃ ദിന വാർഷിക ഉദ്ഘാടനത്തിൽ പോയി പ്രസംഗിച്ചപ്പോൾ കുട്ടികളെ പഴയ കാലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, അല്പം സിമ്പതി നേടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, അതൊരു മോശപ്പെട്ട സ്കൂളാണ്, ഓല സ്കൂളാണ്. ഇതുപോലെ ഓലമേഞ്ഞ ഒരു സ്കൂളിൽ ഒടിഞ്ഞ വെച്ചിരുന്നാണ് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ടിൽ ഇരുന്നൊരു ടീച്ചർ പിറുപിറുക്കാണ്. അത് പിന്നെ എങ്ങനെ ഒടിയാതിരിക്കും, ഇതല്ലേ സൈസ്. അപ്പൊ ചുരുക്കി പറഞ്ഞ എന്റെ നമ്പർ ഏറ്റില്ല. ആ ടീച്ചർ അതിനെ ശരിയാക്കി കാണും. അതുപോലെ തന്നെ സുകുമാർ സാറ് അദ്ദേഹം പറഞ്ഞ വളരെ ഒരു നല്ല രസകരമായ കാര്യങ്ങൾ ഓർമ്മിച്ച് കാണും. ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോകാൻ കാരണം നമ്മുടെ ഇംഗ്ലീഷ് പ്രയോഗങ്ങളാണ്. സനൽകുമാർ അതേക്കുറിച്ച് പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഞാൻ ഒരുപാട് സംസാരിക്കുന്നത് ശരിയല്ല. കാരണം എനിക്ക് ശേഷം ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാതിരുന്നത്. എങ്കിലും അദ്ദേഹം സൂചിപ്പിച്ചു പോയ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കണം. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയാണ്. ഈ ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോകാൻ കാരണം നമ്മൾ മലയാളികളുടെ ഇംഗ്ലീഷ് പ്രയോഗം തന്നെയാണ്. ആദ്യം ഞാനത് വിശ്വസിച്ചില്ലെങ്കിലും കൂടെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഉദാഹരണം, ഒരു ദിവസം ഞാൻ തിരുമലയാണ് ഞാൻ താമസിക്കുന്നത്. തിരുമലയിൽ നിന്ന് തിരുവനന്തപുരത്തിന് നമ്മളുള്ള ഈ സിറ്റി സർവീസ് ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് 2 മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ തമ്മിലുള്ള സംഭാഷണം ഞാനത് വളരെ ശ്രദ്ധയോടെ കേട്ടു. അവർ സ്കൂളിലൊന്നും പഠിച്ചിട്ടുള്ളവരല്ല, പള്ളിക്കൂടത്തിന്റെ വരാന്തയിൽ കയറിയിട്ടുള്ളവർ പോലുമല്ല. അത് അവരെ കണ്ടറിയാം. പക്ഷെ അവരുടെ സംസാരത്തിൽ മുഴുവൻ ഉടനീളം ഇംഗ്ലീഷ് പദങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അവർ സംസാരിച്ചത് ഞാൻ കേട്ടതാണ്. ഒരു സ്ത്രീ മറ്റേ സ്ത്രീയുടെ പറയുകയാണ്, അപ്പോഴക്ക നിന്റെ മകന്റെ മാരേജ് ഫിക്സ് ചെയ്തെന്ന് കേട്ടല്ലോ, ഡൗറികളൊക്കെ കിട്ടുമോ? അപ്പൊ മറ്റേ സ്ത്രീ പറയാണ്, ഞങ്ങളായിട്ടൊന്നും ഡിമാൻഡ് ചെയ്തിട്ടില്ല, പിന്നെ അവരുടെ കപ്പാസിറ്റി പോലെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന്റെ അടുത്ത ഡയലോഗാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവർ അശ്ലീലം പറഞ്ഞൊന്നുമല്ല, അവരുടെ ആ ഗ്രാമ്യമായ നിഷ്കളങ്കമായ ഭാഷയിൽ അവർ ആശയപ്രകാശനം നടത്തിയ. അപ്പൊ മറ്റേ സ്ത്രീ ചോദിക്കുകയാണ്, പെണ്ണെങ്ങനെ ഫ്രഷ് ആണോ? അപ്പൊ മറ്റേ സ്ത്രീ പറയാണ്, ആ ഒരുമാതിരി ആവറേജ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്റെ കൊച്ചു മോന് അവനൊരു പൊതുവെ വലിയ സംശയങ്ങളാണ്. ഇപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ ഉടനെ സംശയം ചോദിക്കും, അച്ഛാറെന്താണ് ഇതെന്താണ്. കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ്. ഒരു ദിവസം ഭാര്യ എനിക്ക് ചായ തന്നപ്പോൾ എന്നോട് ദേഷ്യം കൊണ്ടാണെന്ന് തോന്നുന്നു, അതിൽ പഞ്ചസാര ഇടാൻ ഇട്ടില്ല. അപ്പൊ ഞാൻ അപ്പോൾ ദേഷ്യപ്പെട്ട് ചോദിച്ചു, എന്താണ് ഇതിൽ പഞ്ചസാര ഇടാമെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ ദേഷ്യപ്പെട്ട് പറഞ്ഞു, പഞ്ചസാര ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൊച്ചുമോൻ എന്നോട് ചോദിച്ചു, അച്ഛാ ഈ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഉടനെ പറഞ്ഞു കൊടുത്തു, മോനെ. അപ്പൊ അമ്മ പറഞ്ഞു കേട്ടില്ലേ, ഒരു സാധനം വീട്ടിലില്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് ആരും എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നു, മോനെ അച്ഛൻ വീട്ടിലുണ്ടോടാ? ഒരാൾ പറഞ്ഞു, അച്ഛൻ ഔട്ട് ഓഫ് സ്റ്റോക്ക്.
ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ സുമാർ സാറിന്റെ പറഞ്ഞില്ല, ഒരു പ്രിൻസിപ്പാൾ പറഞ്ഞ കഥ കേട്ടില്ലേ, ഐ വിൽ ഓൾസോ ഹാങ് ലൈക്ക് ദിസ് എന്ന്. ഇതുപോലെ അദ്ദേഹം പറഞ്ഞ ശരിയാണ്. ഇങ്ങനെ നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ സഹിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നപ്പോഴാണ് പിന്നെ ഈ സുമാർ സാർ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോൾ ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. എനിക്ക് ഏറ്റവും അധികം ഇംപ്രഷൻ തോന്നിയിട്ടുള്ള ഒരു സ്ഥാപനമുള്ള കാര്യം ഞാനിപ്പോൾ രവി സാറിന് മോസ്തി പറയുന്നൊന്നുമല്ല. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് 1 ഡസനോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. തിരുമല ഭാഗത്ത് ആ പേയാട് കേന്ദ്രീകരിച്ച് 10-12 ട്യൂട്ടോറിയലുണ്ട്. എല്ലാ ട്യൂട്ടോറിയലുകളും സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു പ്രാസംഗികനാണ് ഞാൻ അവിടെ എല്ലാം പോകാറുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ തന്നെ ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ എന്നെ വളരെ വർണ്ണിച്ചൊരു നിസ്സാര കാര്യമല്ല. നമുക്കറിയാം 210 അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് പ്രീ ഡിഗ്രിക്ക് 3rd ഗ്രൂപ്പിന് ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് അവരെ പഠിപ്പിച്ചിട്ട് 10 ഫസ്റ്റ് ക്ലാസ് നേടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരു സ്ഥാപനത്തിനും ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന്. അത് തീർച്ചയായിട്ടും എന്നെ അങ്ങേയറ്റം അഭിമാന ഭരിതനാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ സുമാർ സാറിനെ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു വലിയ നേട്ടത്തിന്റെ ഉടമയാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. ഇത് തീർച്ചയായിട്ടും ഈ സ്ഥാപനം ഇനിയും വളരുന്നുള്ള കാര്യം സംശയമില്ല. പ്രത്യേകിച്ച് ഇത്രയും നല്ല കുട്ടികൾ, സെൻസ് ഓഫ് ഹ്യൂമറുള്ള കുട്ടികൾ ഒക്കെ ഒരു നല്ല സ്ഥാപനമാണ്. ഇത് വളർന്ന് വരട്ടെ എന്ന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഞാൻ അടുത്ത് നടക്കാൻ പോകുന്ന പരിപാടിയെ കുറിച്ച് പറയുകയാണ്. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പരിപാടിയാണ്. അത് നിങ്ങൾ കണ്ടിട്ടേ പോകാവുള്ളൂ. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.